മിക്കൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ മിക്കുവിൻ്റെ ആമയുടെയും കൂടെ ചെറിയ ചെറിയ വികൃതികളും അവരുടെ കുറച്ച് ഫോട്ടോസ് എടുക്കലിൻ്റെ ഒരു ഇതൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ക്രിസ്തുമസ് ആയിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. രണ്ടാളും കൂടെ മുറ്റത്ത് കളിക്കുകയാണ്. അപ്പോൾ ഇവൾ മിക്കു എവിടെയെന്ന് വെച്ചാൽ അവിടെ മാത്രം കളിക്കുക. അവളെന്തെങ്കിലും എടുത്ത് കളിക്കുകയാണെങ്കിൽ മിക്കു ഇങ്ങനെ നോക്കി നിൽക്കുള്ളൂ. അവൾ ഭയങ്കര വികൃതിയാണ്. ഇപ്പോൾ ആമി ചെറിയ കുട്ടിയല്ലേ, അതിൻ്റെ ഇതുണ്ട്. അപ്പോൾ മിക്കു ഇവൾ ചെറിയ കുട്ടിയല്ലേ വെച്ചിട്ടാണ് ഒഴിഞ്ഞൊഴിഞ്ഞ് പോണത്. അവൾ എന്ത് കളി കളിക്കുകയാണെങ്കിലും അവൾ മാറി മാറി നിൽക്കും. അവനെ ക്ഷമ കെടുമ്പോൾ ഒന്ന് വരികയൊക്കെ ചെയ്യും അവളുടെ അടുത്തേക്ക്. അല്ലാത്ത സമയത്ത് വലിയ കുഴപ്പമില്ല. ആമി എന്ത് കിട്ടിയാലും കടിച്ച് കളിക്കും. പക്ഷെ മിക്കു ഇപ്പോൾ കുറച്ച് വലുതായതുകൊണ്ട് അവന് കുറച്ചൊക്കെ ഒരു പക്വത വന്നിട്ടുണ്ട്. അവൻ അങ്ങനെ ഒഴിഞ്ഞ് നോക്കി നിൽക്കുകയുള്ളൂ. അവൾ വാലുമിലൊക്കെ ചെറുതായിട്ടൊരു കടി കൊടുക്കാൻ പോവും. അപ്പോൾ പിന്നെ അവൻ ഒന്ന് അമർത്തി ഒന്ന് ഇതാക്കും. അപ്പോഴേക്കും ഇത് അവൾ ഓടും, ചിലപ്പോൾ അവിടെ കടക്കും. ഇതൊക്കെയാണ് അവളുടെ വികൃതികൾ. ഇതുണ്ടോ, രണ്ടാളും ഇരുന്നിട്ട് കടി കൂടുകയാണേ. ഇവളിങ്ങനെ ഏഷണിക്ക് നിൽക്കുള്ളൂ. അപ്പോഴാണ് അവൻ തിരിച്ചു വരുന്നത്. അത്രയും ക്ഷമ കെടുമ്പോൾ വരും അവൻ. അപ്പോൾ രസമാണ് കാണാൻ. അവൾ ചിലപ്പോൾ തെറ്റിപ്പോയി കിടക്കുകയൊക്കെ ചെയ്യും. എന്നാലും അപ്പം തന്നെ എണീച്ച് വരും. ഇപ്പോൾ മിക്കു മുണ്ടാതെ കിടന്നുറങ്ങുക. അപ്പോൾ അവൾ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അതിനൊന്നും കുഴപ്പമില്ല. കുറച്ച് കഴിഞ്ഞാലാണ് നല്ല ഉറക്കം. രണ്ടാളും നോക്കി നോക്കി കിടന്നുറങ്ങും. അടി 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 അടിക്കട്ടെ മിക്കു, ഞാൻ അടിക്കട്ടെ മിക്കു, ഞാൻ അടിക്കട്ടെ മിക്കു. ഇവിടെ വാ ആമി. എൻ്റെ മാക്സിട്ടാൻ്റെ ആ പോണു കസാലിലേക്ക്. ഇവിടെ വാ. ഒരടി കൊടുക്കട്ടെ, ഞാൻ ഒരടി കൊടുക്കട്ടെ, ഒരടി. അയ്യോ അടിക്കണ്ടെന്ന് അറിയണ അവനെ. അടിക്കട്ടെ ഇങ്ങോട്ട് പോരേന്ന് അറിയണ അവനെ. രണ്ടാളും ഉച്ചയ്ക്ക് നല്ല ഉറക്കാം. മിക്കുവിൻ്റെ ബെഡിലൊക്കെ അവൾ പോയി കിടക്കും. അപ്പോൾ മിക്കു ഒന്നും മിണ്ടൊന്നുമില്ല. അവൻ അവിടെ അടുത്ത് കയറി കിടക്കും. വൈകുന്നേരം കുട്ടികൾ വേഷം കെട്ടി വന്നു. അപ്പോഴേക്കും ഇവരേനെയൊക്കെ ഒന്ന് ഡ്രസ്സ് ഇടിച്ചു. അപ്പോഴേക്കും ആമി ഉറങ്ങി. രണ്ടാളെ ആമി ഒതുങ്ങിയിരിക്കില്ല. മിക്കു പിന്നെയും തൊപ്പി വയ്ക്കാനും ഇതിനൊക്കെ സമ്മതിക്കും. ഇവൾ ഭയങ്കര പ്രശ്നം, അവൾ ഇരിക്കില്ല. ഞാൻ ബിസ്ക്കറ്റ് തരാം, അമ്മ ബിസ്ക്കറ്റ് തരാം. രണ്ടാൾക്കും തൊപ്പിയൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ മിക്കു ഇട്ടു, ഇവൾ ഇട്ടില്ല. മിക്കു കുറച്ച് ഫോട്ടോസിലൊക്കെ ഇരുന്നു. പിന്നെ കേക്കൊന്നും ഇപ്രാവശ്യം ഞങ്ങൾ വാങ്ങിയില്ല. ക്രിസ്തുമസ് ഒന്നും ആഘോഷമൊന്നും ഇല്ല. ഇവരുടെ വെറുതെ ഫോട്ടോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണിത്. അപ്പോൾ എല്ലാവരും മിക്കൂസ് വ്ളോഗ് കാണുക, മിക്കൂസ് വേൾഡ് കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവരുടെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഞാനിങ്ങനെ ഇടാം. ഇവർ രണ്ടാളിപ്പോൾ ഇവൾ രാവിലെ ഇന്ന് രാവിലത്തെ ഞാൻ കുറച്ചെടുത്തിട്ടതാണ്. അപ്പോൾ ഇവൾ സോഫയുടെ ഏറ്റവും മുകളിൽ കിടന്നിട്ടാണ് ഉറങ്ങണത്. മിക്കു എണീച്ചിട്ട് ഇതാ പുറത്തേക്ക് പോണു. അവങ്ങനെ പോകുമ്പോൾ ഇനിയിപ്പോൾ ഇവൾ പിന്നാലെ പോകാൻ വേണ്ടിയിട്ട് കരയാണ് ഇരുന്നിട്ട്, സോഫയിൽ ഇരുന്നിട്ട്. ഭയങ്കര കരച്ചിലാവും. അവൾ കരഞ്ഞിട്ട് സോഫയിൽ നിന്ന് ചാടാൻ വയ്യാഞ്ഞിട്ടേ. അപ്പോൾ എടുത്ത് വെക്കണം. അവളെ കൂട്ടിലാണ് കിടന്നത്. ഞാൻ പുലർച്ചയ്ക്ക് 5 മണിക്ക് എണീക്കും. അവളെടുത്തിട്ട് ഏട്ടനെ വിളിച്ചോണ്ട് പോവാ. ഏട്ടനെ വിളിച്ചോണ്ട് മിക്കു.
ആമിക്ക് മാമുണ്ണാരായിരുന്നു. ആമി കടന്ന് ഓട്ടം തുടങ്ങിയിരുന്നു. ആമിക്ക് മാമുണ്ണാരായിരുന്നു. ആമി മാമുണ്ണാൻ വഴുകി. ആമി ഏട്ടനെ പോയി വിളിച്ചോണ്ടിരുവാ, എന്നാലേ ചേരുള്ളൂ. ഓടി ചെല്ലു. മിക്കുട്ടാ ഓടി വാ. മിക്കുട്ടാ, ആമി മാമുണ്ണുണ്ടേ. ആമിക്ക് പിന്നാലെ നടക്കിയിട്ട് കുറേ നേരമായിരുന്നു. ആമിക്ക് രാവിലെ കൊടുത്തതാണ്. ആമി 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 അവിടെ ഇരിക്കും. ആ സിറ്റ്. ആമിക്ക് മാമു കൊടുക്കുന്നത് കണ്ടോളമുണ്ട്. ആമിയുടെ സ്വഭാവം ഇപ്പം മാറും. ആമിക്ക് നല്ല വിശപ്പാണ്. ആമിക്കുട്ടി ചാടിയേ. ആമിക്ക് ഭയങ്കര വിശപ്പാണ്.